ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ ഞാനും എന്തും കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ. അപ്പം എന്തുതേ ഫസ്റ്റ് തന്നെ കാറൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ ഗേറ്റ് അടച്ചു കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള കുറച്ച് പട്ടിക്കുട്ടന്മാരുണ്ട്. അവന്മാർ നമ്മുടെ വീട്ടിലെ കോഴീനെയൊക്കെ അങ്ങ് ശപാടാക്കും കേട്ടോ. നമ്മളാണെങ്കിൽ ഇന്ന് കണ്ണംകുളങ്ങര അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. അവിടെയാണെങ്കിൽ ഉത്സവമാണ്. പിന്നെ ഉത്സവമാണെങ്കിൽ പറയാനില്ലല്ലോ, ഇഷ്ടംപോലെ പെട്ടിക്കടയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ കരുതി അമ്പലത്തിൽ കയറി ഇറങ്ങിയതിന് ശേഷം കടയിലൊക്കെ കയറാന്നേ. അപ്പോൾ ആദ്യം തന്നെ ഇതേ പുറത്തുള്ള പൂജാക്കടയിൽ നിന്ന് എണ്ണയൊക്കെ വാങ്ങിച്ച് ഫസ്റ്റ് ഇതേ നമ്മുടെ ഗണപതി കോവിലിലാണ് കേട്ടോ കയറിയത്. അവിടെ തൊഴുതതിന് ശേഷമാണ് നമ്മളിതേ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് കിടന്നത്. അപ്പോൾ അവിടെ കയറിയപ്പോൾ തന്നെ ഇതേ നാരായണീയ പാരായണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായി. അങ്ങനെ നമ്മളിതേ അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി തൊഴുതിറങ്ങിയേ. അങ്ങനത്തെ പുറത്തിറങ്ങി പുറത്തൊക്കെ മൊത്തം വാലത്തും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അതെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടിക്കടയിലൊക്കെ കയറിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അകത്ത് കയറിയപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചിട്ടാണ് കയറിയത് പെട്ടിക്കടയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ നോക്കണമെന്ന്. അങ്ങനെ പെട്ടിക്കടയിലുള്ള അരിച്ചു പറക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പോകാൻ കേട്ടോ. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ നിന്ന് എനിക്ക് വെണ്ണയും കത്തിലിപ്പഴവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറിലിരുന്ന് തന്നെ ഞാനും അനന്തും അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ടാറ്റാ.